എറണാകുളം കളമശ്ശേരിയിലെ വീട്ടമ്മയുടെ കൊലപാതകത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പ്രതി ഗിരീഷ് ബാബു ജെയ്സിയെ കൊലപ്പെടുത്തിയത് ഡംബൽ കൊണ്ട് തലക്കടിച്ചാണ്. കൊലപാതകത്തിന് മുൻപ് ഇരുവരും മദ്യപിച്ചു. കൂട്ടുപ്രതി ഖദീജയെ പ്രതി പരിചയപ്പെട്ടത് ജെയ്സിയുടെ വീട്ടിൽ വെച്ചെന്നും മൊഴി ലഭിച്ചിട്ടുണ്ട്. സാമ്പത്തിക ബാധ്യത ഒഴിവാക്കാനാണ് കൊലപാതകമെന്നാണ് പ്രതി ഗിരീഷിന്റെ മൊഴി. ഡാനി പോൾ ചേരുന്നു. ഡാനി, എന്താണ് വിശദാംശങ്ങൾ? സജിത്ത് വളരെ ആസൂത്രിതമായി ജെയ്സി അബ്രഹാമിനെ കൊലപ്പെടുത്തുകയായിരുന്നു എന്ന വിവരമാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. കഴിഞ്ഞ കുറേയധികം നാളുകളായി ഇരുവരും തമ്മിൽ പരിചയമുണ്ടായിരുന്നു. ഗിരീഷ് ബാബു ഇൻഫോ പാർക്കിലെ ജീവനക്കാരനാണ്, ഒരു കമ്പനിയിൽ ജോലിയുണ്ട്. പക്ഷേ ഇയാൾക്ക് സാമ്പത്തിക ബാധ്യതയും വളരെ കൂടുതലായിരുന്നു. ജെയ്സിയുമായി ചേർന്ന് ചില റിയൽ എസ്റ്റേറ്റ് കച്ചവടങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളുമായി ചേർന്ന് നടത്തിയിരുന്നു. കഴിഞ്ഞ കുറേയധികം നാളുകളുമായി ഇരുവരും തമ്മിൽ ബന്ധമുണ്ട്. ജെയ്സി അബ്രഹാം അവർ നേരത്തെ റിയൽ എസ്റ്റേറ്റ് വ്യാപാര രംഗത്ത് ഉണ്ടായിരുന്നു. അവർ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഇരുവരും തമ്മിൽ ഇത്തരം കാര്യങ്ങൾ, ഇത്തരം കച്ചവടങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ നടത്തുന്നുണ്ടായിരുന്നു. ഇവിടെ വെച്ചാണ്, ജെയ്സിയുടെ വീട്ടിൽ വെച്ചാണ് ഇപ്പോൾ കൂട്ടുപ്രതിയായിരിക്കുന്ന ഖദീജയെ പരിചയപ്പെടുകയും എല്ലാം ഉണ്ടായിരുന്നത്. ഇതിൽ പോലീസ് പറയുന്നത് ഇരുവരും തമ്മിൽ അടുപ്പമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇവിടെ എത്തുകയും ഗിരീഷ് ബാബു ഇവിടെ എത്തുകയും ചെയ്യുന്നു. ഇവരുമൊത്ത മദ്യപിച്ച ശേഷമാണ്, അതിനുശേഷമാണ് ഇവർ ആസൂത്രണം ചെയ്തതുപോലെ, ഖദീജയെ മൊത്ത ആസൂത്രണം ചെയ്തിരുന്നത് പോലെ ജെയ്സിയെ ഇല്ലാതാക്കാൻ തീരുമാനിക്കുകയും ചെയ്തത്. ഡംബൽ കൊണ്ട്, കയ്യിൽ കരുതുന്ന ഡംബൽ കൊണ്ട് ഇവർ തലക്കടിക്കുകയും പിന്നീട് ഇത് ടോയ്ലറ്റിൽ തെന്നി വീണ് തലയിടിച്ചുണ്ടായ ഒരു അപകടമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളും ഇയാളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇവരെ മുറിയിലേക്ക് വലിച്ചിട്ട ശേഷം, ടോയ്ലറ്റിലേക്ക് കൊണ്ടുപോയ ശേഷം ഈ പുറത്തുനിന്ന് കതക് പൂട്ടി ഇയാൾ കടക്കുകയായിരുന്നു. ഒരു തരത്തിലും CCTV ദൃശ്യങ്ങളിൽ പിടികൊടുക്കാതിരിക്കാനായിട്ട് ഇയാൾ ഹെൽമറ്റ് ധരിച്ചാണ് ഇവിടേക്ക് വന്നിരുന്നത്. മറ്റൊരിടത്ത് ബൈക്ക്, ഇരുചക്ര വാഹനം വെച്ച ശേഷം അവിടെ നിന്ന് ഓട്ടോറിക്ഷയിൽ കയറി ഇവിടെ എത്തുകയും 2 ഓട്ടോറിക്ഷ അടക്കം മാറി ഇവരുടെ വീട്ടിലേക്ക് എത്തുകയുമായിരുന്നു എന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കൊലപാതകത്തിന് ശേഷം പോലീസ് മൊബൈൽ ഫോണുകൾ ഇവരുടെ സുഹൃത്തുക്കൾ എല്ലാവരും കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുകയായിരുന്നു. ഇതിൽ ഈ 2 പേരും തന്നെ തുടക്കത്തിൽ തന്നെ സംശയദൃഷ്ടിയിലുണ്ടായിരുന്നു. പക്ഷേ പോലീസ് ഒരിക്കലും തന്നെ പരസ്യമായിട്ട് ഇവർ ചോദ്യം ചെയ്യാനായിട്ട് വിളിക്കുകയോ അല്ലെങ്കിൽ ആ രീതിയിലൊരു സംശയം ഒന്നും പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ കർശനമായ നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു 2 പേരും ഉണ്ടായിരുന്നത്. ഇതിനൊടുവിലാണ് പോലീസ് കഴിഞ്ഞ ദിവസം ഇവിടേക്ക് ഇവരെ വിളിച്ചു വരുത്തുകയും തുടർന്ന് ചോദ്യം ചെയ്യലിനൊടുവിൽ ഇവരുടെ അറസ്റ്റ് ഇന്ന് പുലർച്ചയോടെ രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. സാമ്പത്തിക ബാധ്യതകൾ തീർക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയൊരു കൊലപാതകം ആസൂത്രണം ചെയ്തത് എന്നാണ് ഇവർ പറയുന്നത്. ഇവരുടെ ജെയ്സിയുടെ മൊബൈൽ ഫോണുകളൊപ്പം സ്വർണ്ണാഭരണങ്ങളെല്ലാം തന്നെ പ്രതികൾ കവരുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളുണ്ടാകും. അതിനുശേഷം കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് കമ്മീഷണർ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. അതിനുശേഷം കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട കൂടുതലുണ്ടായിരുന്ന ഗൂഢാലോചനകൾ അല്ലെങ്കിൽ മറ്റാരെങ്കിലേക്കും അന്വേഷണം വരുന്നുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമാക്കുമെന്നാണ് കരുതുന്നത്. സജിത. കളമശ്ശേരിയിലെ വീട്ടമ്മയുടെ കൊലപാതകത്തിൽ പോലീസ് നിർണായക വിവരങ്ങൾ ശേഖരിച്ചു. എന്തായാലും അത് സംബന്ധിച്ച നീക്കത്തിലേക്കാണ് പോലീസ് കടക്കുന്നത്.